പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നും ഒന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പറയാൻ ആഗ്രഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്നല്ലേ ആക്കേണ്ടത്, IOC അങ്ങനെ ചെയ്യണ്ടേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഒരു സഭയ്ക്ക് പേരിടുമ്പോൾ അതിനൊരു രീതിയുണ്ട്. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് ആ പേരിൻ്റെ ആദ്യം വരേണ്ടത്. ലാറ്റിൻ സഭ, ലാറ്റിൻ ആരാധന ഭാഷയാണ്. സിറിയക് ഓർത്തഡോക്സ് സഭ, സുറിയാനിയാണ് ആ സഭയുടെ ആരാധന ഭാഷ. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ കോപ്റ്റിക് ഭാഷയിലാണ്. അർമീനിയൻ ഓർത്തഡോക്സ് സഭ അർമീനിയൻ ഭാഷയിലാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭ റഷ്യൻ ഭാഷയിലാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ ഗ്രീക്ക് ഭാഷയിൽ. അങ്ങനെ അനേക ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന പേര് വരുമ്പോൾ എന്തോ ഒരു ഔചിത്യക്കുറവ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. മലങ്കര ഓർത്തഡോക്സ് പറയുമ്പോൾ മലങ്കരയ്ക്ക് മാത്രമായ സ്തുതി ചുവാക്കപ്പെട്ട വിശ്വാസം, അല്ല മലങ്കരയുടെ സ്തുതി ചുവാക്കപ്പെട്ട വിശ്വാസം. മറ്റ് സ്തുതി ചുവാക്കപ്പെട്ട വിശ്വാസത്തിൽ നിന്നും ഇത് വ്യത്യസ്തമാണ്. അത് ശരിയാണ്. നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കറക്റ്റ്, ഇറ്റ് ഈസ് വെരി കറക്റ്റ്. ഇപ്പം എന്താ എനിക്ക് പറയാം. അപ്പോൾ സഭയുടെ പേര് മാറ്റുമ്പോൾ അതനുസരിച്ച് അസോസിയേഷൻ്റെ പേര് മാറ്റണം. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്ന പേര് മാറ്റി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്നാക്കി അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യണം. അതാണ് അതിൻ്റെ ഉചിതം. നിങ്ങളുടെ സഭയുടെ സ്വത്വവും തനിമയും ഐഡൻറ്റിറ്റിയും ഒക്കെ നിലനിർത്താൻ അത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇടയനാനാച്ചിൽ എപ്പോഴും പറയാം, ഏതെങ്കിലും ഒരു തെറ്റ് കാണിച്ചതെന്ന ഞാൻ മെത്തന കക്ഷിയിൽ നിന്ന് മാറി ഭാവകക്ഷിയിലേക്ക് വന്നോളാം. ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം. ഇത് തന്നെ ഒരു തെറ്റല്ല ചോ, ഒരുപാട് തെറ്റുകൾ അങ്ങനെയുണ്ട്. നിങ്ങളിപ്പോൾ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ പാത്രീസിൻ്റെ പേര് ഓർക്കുന്നില്ല. ഞങ്ങൾക്കൊരു വിരോധമില്ല കേട്ടോ. അപ്പോഴുള്ള കുഴപ്പം എന്തെന്നറിയാം. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളെന്ന് പറയുന്നത് സിറിയക് ഓർത്തഡോക്സ് സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അർമീനിയൻ ഓർത്തഡോക്സ് സഭ. പത്രോസ് ലീഹായ്ക്ക് മാത്രമേ സിംഹാസനമുള്ളൂ എന്ന് പറയുന്ന സഭകളാണ് ഈ മൂന്ന് സഭകൾ. അവരാ സിംഹാസനത്തിന് കീഴിലാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അല്ലാത്തവർ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടതല്ല. അത് തള്ളിക്കളയുകയും ചെയ്ത് ഔദ്യോഗികമായിട്ട്. അപ്പം അത് തന്നെ നിങ്ങളുടെ ഒരു പോരായ്മയാണ്. അത് ഇടയനാലച്ചർ അംഗീകരിക്കണം. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ സിറിയക് ഓർത്തഡോക്സ് സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അർമീനിയൻ ഓർത്തഡോക്സ് സഭ, ഈ മൂന്ന് സഭകളും കൂടിച്ചേർന്ന ഏക സഭയാണ് വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്ന ഏകസഭ. നിങ്ങളും അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് നാം എന്ന് പറയുന്നത്. ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഏകസഭയിൽ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ അബദ്ധജടിലമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മകതയാണ് കാണിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിന് കീഴിലല്ല എന്ന് പറയുമ്പോൾ അത് പരസ്പര
വിരുദ്ധമാണ്. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ നിന്ന് ആ ഭാഗം നീക്കം ചെയ്യണം, പല ഭാഗങ്ങളും നീക്കം ചെയ്യണം. കാരണം നിക്യ, പോലീസ്, എഫേസൂസ്, ഈ 3 പൊതു സുന്നോദോസുകളിലെ തീരുമാനപ്രകാരമാണല്ലോ വിശ്വാസ പ്രമാണം ഉണ്ടായത് തന്നെ. പ്രത്യേകിച്ച് ഈ ഭാഗം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് മാറ്റി ഒരു പുതിയ വിശ്വാസ പ്രമാണം ഉണ്ടാക്കുക. അതൊക്കെ ഒരു തെറ്റല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറെ സഭയാണ്, അത് 1912 മുതൽ അങ്ങനെയാണ്. പക്ഷെ കോടതിക്ക് അത് നിങ്ങൾ സമർപ്പിച്ചെങ്കിൽ കോടതിക്ക് അത് മനസ്സിലാവുകയുള്ളൂ, അത് നിങ്ങൾ പറയില്ല. അവിടെ ബഹുമാനപ്പെട്ട ഇടയനാനുസൻ വെല്ലുവിളിക്കാൻ നിർത്തിയിട്ടേ അതിന് കാര്യമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ അച്ഛൻ്റെ വെല്ലുവിളി നേരിട്ട് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഞങ്ങളുടെ സഭയിലേക്ക് അച്ഛനെ ഞങ്ങൾക്ക് ആവശ്യവുമില്ല. അതാണ് അവൻ്റെ പരമാർത്ഥം. അല്ലെങ്കിൽ പണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 2-3 ദിവസം മുമ്പും അച്ഛൻ്റെ ഒരു വെല്ലുവിളി വീഡിയോയിൽ കണ്ടു. അതുകൊണ്ട് ഞാനതങ്ങനെ പറഞ്ഞത്. എന്നിട്ട വീഡിയോകളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് സഭ 2ആയിട്ട് പോകാൻ സഹകരിക്കുക. അല്ലാതെ ഈ ഞങ്ങളുടെ സഭ ഒന്നാണ്, ഞങ്ങളുടെ വിശ്വാസം ഒന്നാണെന്നായി, ഞങ്ങളുടെ വിശ്വാസവും ആചാരം ഒന്നാണെന്ന് എന്തൊരർത്ഥമില്ലായ്മയും പറയുന്നത്. നിങ്ങളുടെ വിശ്വാസമല്ല ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾ സത്യവിശ്വാസത്തിലായിരുന്നു, സത്യസഭയിൽ നിങ്ങൾ വേർപെട്ടുപോയി. അംഗീകരിക്കുക. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.